എന്തൊരു കപടനാണ്. പറഞ്ഞു വരുന്നത് വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശനെ കുറിച്ചിട്ടാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് താൻ എന്തൊക്കെയാ തള്ളിമറിച്ചത്. നമ്മുടെ മതേതരത്വ സ്വഭാവമുള്ള സമൂഹം, അതിന് പോറലേൽപ്പിക്കുന്ന ഒന്നിനോടും നോ കോംപ്രമൈസ് എന്നല്ലേ താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നലെ താൻ തൻ്റെ വീട്ടിൽ സ്വീകരിച്ച് തന്നെ പൊന്നാട അണിയിച്ചത് ആരാ? NDAയുടെ ഘടകകക്ഷി, അതായത് BDJSന്റെ സംസ്ഥാനത്തെ നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയല്ലേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒടുനീളം ഇടതുപക്ഷത്തിനെതിരെ കോൺഗ്രസും VD സതീശനും അല്ലെങ്കിൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഉപയോഗിച്ചിരുന്ന ഒരു ഐക്കണായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് അയ്യപ്പ സംഘമാണ്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും ഒരു സ്ഥലത്ത് താമസിക്കുന്നു. അവിടെ നിന്നൊരു 700 മീറ്റർ, അതിനെക്കുറിച്ച് പിണറായി വിജയൻ തന്നെ പറയുന്നത് അങ്ങനെയാണ്, 700 മീറ്റർ അകലെയുള്ളൊരു സ്ഥലത്തേക്കാണ് പരിപാടി നടക്കുന്നത്. അവിടേക്ക് വാഹനങ്ങൾ പോവില്ല, സ്വാഭാവികമായിട്ട് സ്റ്റേറ്റ് കാർ പോവും. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ കാറിൽ കയറ്റി ലിഫ്റ്റ് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞതും വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ ലീഗ് നേതാക്കളെ കുറിച്ച് പറഞ്ഞതുമായിട്ട് ഇത് കൂട്ടിക്കെട്ടുകയും ഇതിനെതിരെ അതിഭീകരമായ രീതിയിൽ ക്യാമ്പയിൻ നടത്തുകയും ചെയ്ത സംവിധാനം ഉണ്ടായിരുന്നു UDF. ഇങ്ങനെ ഒരു വ്യക്തിയുടെ മകൻ എത്തുമ്പോൾ ഈ ഒരു വിവാദം നടക്കുമ്പോൾ തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിവാദം നടക്കുമ്പോഴാണ് ഈ കേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സതീശൻ നടത്തിയൊരു പ്രസംഗം ഇപ്പോൾ ഫീഡിലൊക്കെ വരുന്നുണ്ട്. ഒരു ഭാഗത്ത് മതേതരത്വത്തെക്കുറിച്ച് പറയുകയും മറുഭാഗത്ത് മതേതരത്വത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്ന വർഗീയത പറയുന്നവരെ കൂടെ കൂട്ടുകയും ചെയ്യുന്നവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത് വളരെ കൃത്യമായിരുന്നു ഉദ്ദേശിച്ചത്. അത് പിണറായി വിജയനെയും ഈ വെള്ളാപ്പള്ളി നടേശനെയും കൂടി ഒരൊറ്റ ലോക്കിൽ കുടുക്കാനുള്ള പണിയായിരുന്നു. അതിലവർ വിജയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു അസ്വസ്ഥതയുണ്ടാക്കി. കാരണം അവരുടെ ഒരു നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പല പരാമർശങ്ങളും വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളിയുമായി കൂട്ടുനിൽക്കുന്ന ആൾ എന്ന രീതിയിൽ പിണറായി വിജയനോട് അവർക്കുണ്ടായിരുന്നൊരു മതിപ്പ് നഷ്ടപ്പെട്ടു. 2021 പിണറായി വിജയനുണ്ടായിരുന്നത് ഒരു രക്ഷാകർത്തൃത്വ രൂപമാണെങ്കിൽ 2026 എത്തുമ്പോഴേക്കും ആ ചിത്രം അങ്ങനെ മാറി ഏറ്റവും വലിയ എതിർക്കപ്പെടേണ്ട ഒരാളായി മാറി. ഇത്തരത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും നടത്തിയ ഈ VD സതീശൻ കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളിയെ വീട്ടിൽ സ്വീകരിക്കുകയാണ്. വളരെ കാഷ്വലായിട്ടാണ്, നമ്മൾ ഈ കൈലിമുണ്ടൊക്കെ ചുറ്റി സ്വീകരിക്കുകയാണ്. പുള്ളി പറയുന്നുണ്ട്, ഞാൻ കുളി പോലും കഴിഞ്ഞിട്ടില്ല, 6 മണി തൊട്ട് ആൾക്കാർ കാണാൻ നിൽക്കുക എന്നൊക്കെ കൊണ്ട് വളരെ സൗഹൃദഭാവത്തിൽ സംസാരിക്കുന്നുണ്ട്. ഒരു പൊന്നാട, തുഷാർ വെള്ളാപ്പള്ളി കൊണ്ടുവന്നൊരു പൊന്നാട VD സതീശൻ അണിയിക്കുന്നുണ്ട്, VD സതീശൻ സ്വീകരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇവിടുത്തെ ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. BDJS നേതാവ് മാത്രമല്ല, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. സ്വാഭാവികമായിട്ടും പല രീതിയിലും ഇവരെ കാണുകയും ഇവരുടെ സഹായങ്ങൾ അഭ്യർത്ഥിക്കാൻ വരുന്നതൊക്കെ സ്വാഭാവികമാണ്. ഇത്തരത്തിലുണ്ടാകുന്ന ഒരു കാര്യത്തെ, അല്ലെങ്കിൽ ഈ ഒരു ഐക്കണെ വെച്ച് രാഷ്ട്രീയമായിട്ട് നേട്ടം ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനെ വിറ്റ് തിന്നുക എന്ന് പറയുന്നത് വളരെ മോശമല്ലേ സതീശ? ഇത്ര ചോദിക്കാനുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഒരു കാറിൽ യാത്ര ചെയ്തു എന്നതിൻ്റെ പേരിൽ, അതായത് 700 മീറ്റർ ദൂരം, നോക്കണം, 700 മീറ്റർ ദൂരം ഒരു കാറിൽ യാത്ര ചെയ്തു എന്നതിൻ്റെ പേരിൽ പിണറായി വിജയൻ്റെ 10-60 കൊല്ലത്തെ രാഷ്ട്രീയ പൊതുജീവിതം എല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ തലശ്ശേരി കലാപകാലത്ത് ഇടപെട്ട രീതിയോ മറാട് കലാപകാലത്ത് ഇടപെട്ട രീതിയോ ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷം ഇങ്ങനെ നിലനിർത്തുന്നതിന് വേണ്ടി പോരാടിയതെല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് പിണറായി വിജയനെ RSS ഏജൻ്റാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ ഇവിടുത്തെ UDFനും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വിഭാഗം മാധ്യമങ്ങൾക്കും കഴിഞ്ഞു. അതിന് ഐക്കണാക്കി ഉപയോഗിച്ചത് ഈ 700 മീറ്റർ യാത്രയായിരുന്നു. ഈ 700 മീറ്റർ യാത്ര നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ, അല്ലെങ്കിൽ വർഗീയത പറയുന്ന, മലപ്പുറത്തിനെതിരെ വിദ്വേഷം വമിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ മുന്നിൽ ഇന്നലെ VD സതീശൻ മന്ത്രിസഭയിൽ ഒരു മന്ത്രി കുമ്പിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ കയ്യൊക്കെ ഉയർത്തി നന്നായി വാ എന്ന് പറയുന്നു. ഇതിനെതിരെ ഒരു വാക്ക് സതീശ പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. കാരണം ഇതുപോലെ കാപട്യം നിറഞ്ഞൊരു രാഷ്ട്രീയ നേതാവ് കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഈ കാപട്യവും തനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ മാറ്റിമറിക്കാനുമുള്ള സതീശൻ്റെ ശേഷി പലരും കണ്ടിട്ടുണ്ട്, പലതവണ പലർക്കും മനസ്സിലായിട്ടുണ്ട്.
അങ്ങനെ മനസ്സിലാക്കിയ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി. 2011 മന്ത്രിസഭാ രൂപീകരണ കാലത്ത് ഐ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു സതീശൻ. എല്ലാവരും കയറി സതീശൻ മന്ത്രിയാവും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അതിൻ്റെ മുമ്പെയുള്ള മന്ത്രിസഭ VS സർക്കാരിൻ്റെ സമയത്ത് തോമസ് ഐസക്കുമായിട്ട് വലിയ സംവാദത്തിൽ ഏർപ്പെടുന്നു. ലോട്ടറി വിഭാഗത്തിൽ ഭയങ്കര അടിച്ചിട്ട് വളരെ ശക്തനായി നിൽക്കുന്ന സതീശനാണ്. ആ സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. സതീശനും വിചാരിച്ചു. ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച ഒരൊറ്റ ഓപ്ഷൻ ഇതുള്ളൂ, ആരെ വേണമെങ്കിലും മന്ത്രിയാക്കാം, VD സതീശനെ മന്ത്രിയാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വെച്ചിട്ടുണ്ടാവുക? ഇതുപോലെ അല്ലേ നമ്മൾ പൊതുവേ രാഷ്ട്രീയക്കാർ പറയും രാഷ്ട്രീയക്കാർ വളരെ കൗശലക്കാരാണെന്നൊക്കെ പറയും. പക്ഷെ അവരിൽ എത്ര കൗശലക്കാരുണ്ടെങ്കിലും അതിലൊരു നന്മ ഉള്ളൊരു ഭാഗം എല്ലാ പൊതുപ്രവർത്തകർക്കും ഉണ്ട്. അത് എത്ര പ്രയാസം അല്ലെങ്കിൽ എത്ര മോശപ്പെട്ട പൊതുപ്രവർത്തകർക്കും ഒരു നന്മയുള്ളൊരു ഭാഗം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അവർ പൊതുപ്രവർത്തനം തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമാവുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ പലരും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത പേഴ്സണൽ ടൈം അല്ലെങ്കിൽ സ്വകാര്യ നിമിഷങ്ങളെല്ലാം ഇതിനു വേണ്ടി മാറ്റിവെച്ച് നിൽക്കുന്ന മനുഷ്യന്മാരാണ്. സ്വാഭാവികമായിട്ട് സതീശന് അങ്ങനെ ഒരു ഗുണം ഉണ്ടാവണമല്ലോ, പൊതുപ്രവർത്തകനാണല്ലോ. പക്ഷേ അതിനു മുകളിൽ നിൽക്കുന്നത് സതീശൻ്റെ കൗശലമാണ്. കൂടെ നിൽക്കുന്നവരെ ഒരു രീതിയിലും മാനിക്കില്ല, അല്ലെങ്കിൽ വന്ന വഴി പുള്ളി ഒരിക്കലും പരിഗണിച്ചോളണമെന്നില്ല. അതിലേറ്റവും വലിയ ഉദാഹരണം 2021 പ്രതിപക്ഷ നേതൃസ്ഥാനം. അത്രയും കാലം ചെന്നിത്തലയുടെ വളരെ അടുത്ത ആളായി നിന്നിരുന്ന സതീശൻ ചെന്നിത്തലയെ വെട്ടി അരിഞ്ഞിട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവാകുന്നത്. ചെന്നിത്തലയ്ക്ക് ഒരുപാട് കാലമായിട്ടുള്ള സങ്കടമായിരുന്നു അത്. 2026 ആകുമ്പോൾ അന്ന് സതീശന് വേണ്ടി നിന്ന KC വേണുഗോപാലിനെ ഉൾപ്പെടെ വെട്ടാനുള്ള ശേഷി സതീശൻ ആർജിച്ചു. ഇത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും കാപട്യം മാത്രമാണ് സതീശൻ്റെ മുഖമുദ്ര. ഇത്തരത്തിൽ കപടനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായ സതീശൻ എങ്ങനെയാണ് ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്നത്? അവിടെയാണ് സതീശൻ്റെ ഒരു സ്കിൽ നമ്മൾ കാണേണ്ടത്. സതീശൻ എന്ന് പറയുന്ന നേതാവ് ഇത്ര വലിയ ഒരു ഐക്കണായി വളരുന്നത് അദ്ദേഹം മാധ്യമങ്ങളെ ഉപയോഗിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രചരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, PR ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, ചില വ്യക്തികളെ, ചില സംഘടനകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു സാധനം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊട്ടും ഒരു ജൈവികമായിട്ട് രൂപപ്പെട്ടൊരു സാധനമല്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സതീശൻ്റെ ഈ പറയുന്ന നിലപാട്, വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള നിലപാട്. വെള്ളാപ്പള്ളി നടേശനുമായിട്ട് സതീശന് മുമ്പേ പ്രശ്നങ്ങളുണ്ട്, പറവൂർ മത്സരിക്കുന്ന കാലത്തെ പ്രശ്നങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ആശയപരമായ ഒരു അഭിപ്രായ വ്യത്യാസമല്ല സതീശന് വെള്ളാപ്പള്ളി നടേശനുമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടുത്തെ ലീഗ് അണികളും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിക് സംഘടനകളും സതീശനെ ഇതിൻ്റെ എല്ലാം മുകളിൽ, ഇതിനെല്ലാം എതിർക്കുന്ന ഒരു വലിയ ഒരു മതേതരത്വത്തിൻ്റെ ഉത്തമ ബിംബമായിട്ട് സതീശനെ സ്ഥാപിച്ചു. ആ സതീശനാണിപ്പോൾ ഇന്ന് തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്വീകരണം ഏറ്റുവാങ്ങി ഉറപ്പ് അടുത്ത് സമയം വൈകാതെ വെള്ളാപ്പള്ളി നടേശനും ക്ലിഫ് ഹൗസിലേക്ക് എത്തും. സതീശൻ സ്വീകരിക്കും, ചായ കൊടുക്കും, ഒരു ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, കുശലം പറയും, ഒക്കെ ചെയ്യും. ഇത് തടുക്കാൻ സതീശന് കഴിയില്ല, അല്ലെങ്കിൽ സതീശന് അതിനുള്ളൊരു ആശയ ദൃഢതയൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട എന്ന് പറയാൻ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയനെ ഇവരെല്ലാവരും RSS ഏജന്റ് എന്നും വെള്ളാപ്പള്ളി നടേശനുമായിട്ട് വളരെ അടുത്ത ആളെന്നും പറയുമ്പോൾ ഈ പിണറായി വിജയനാണ് സതീശനെ കേരള തൊഹാഡിയ എന്ന് വിളിച്ചിട്ടുള്ളത്. ഇത് വർഗീയത പറഞ്ഞ കാലങ്ങളിലെല്ലാം പിണറായി വിജയൻ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചപ്പോൾ അതിനകത്ത് 2 വേർഷനുണ്ട്. അദ്ദേഹം പറയുന്ന മലപ്പുറത്തെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ അത് മലപ്പുറത്തെ സാമാന്യ ജനങ്ങളെ കുറിച്ചു എന്ന് പറഞ്ഞു എന്നൊരു തോന്നലാണ് അവിടുത്തുകാർക്ക് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ജനവിഭാഗത്തിനുണ്ടായിട്ടുള്ളത്. അത് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷേ പിണറായി വിജയൻ പറയുന്നത്, അദ്ദേഹം തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട് ആ കാര്യത്തിൽ. അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിനെ പറഞ്ഞു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ഒരു CPMൻ്റെ നേതാവായി ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നാണ് പിണറായി വിജയൻ്റെ നിലപാട്. എന്നാൽ പിണറായി വിജയനെ ഈ ഒരൊറ്റ സംഭവത്തിൽ ഈ ഒരൊറ്റ ബിംബം വെച്ചുകൊണ്ട് ഒരു RSS ഏജന്റാക്കി ചിത്രീകരിച്ചു. അതിനുവേണ്ടി പലരും ശ്രമിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാണ് സതീശൻ. ആ ഗുണഭോക്താവായ സതീശൻ ഇത്തരത്തിൽ മലക്കം മറിയുമ്പോൾ സതീശന് വേണ്ടി നിരത്തിൽ നിന്ന, സതീശനെ RSS വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉത്തമ പോരാളിയായി ചിത്രീകരിച്ചുകൊണ്ട് നിന്ന ആളുകൾക്ക് എന്ത് പറയാനുണ്ട്? ഒന്ന് മാത്രം പറയാം, സതീശൻ ഈ കണ്ടതൊന്നുമല്ല, ഇനി കാണാൻ ഒരുപാടുണ്ട്. പലർക്കും പലതും വലിയ ഷോക്കുകളായി മാറും.